Good morning, my dears. Welcome to our Hindi class. How are you? Yes. Okay. Today we want to discuss chapter number 15. Page number 81. All of you open your book. Are you ready? യെസ്. സുധാമൂർത്തിയെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോഴത്തേന് എന്താണ് സുധാമൂർത്തി, ആരാണ് സുധാമൂർത്തി എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ശ്രദ്ധിക്കുക. സുധാമൂർത്തി आज महिलाएं जीवन के हर क्षेत्र में कदम बढ़ा रही है. वे आत्मविश्वास से भरी है और अपने अधिकारों के प्रति सजग है. ऐसी ही एक महिला सुधामूर्ति के बारे में हम जानेंगे जिन्होंने अपनी अलग पहचान बनाई. അതായത് പണ്ട് കാലങ്ങളിലൊന്നും സ്ത്രീകൾ പഠിക്കില്ലായിരുന്നു. എല്ലാവരും അല്ല, മിക്കവാറും പഠിക്കാതെ പിന്നെ വിദ്യാഭ്യാസമൊക്കെ കുറവായിരിക്കും. അവരെപ്പോഴും വീട്ടിലടച്ച് ഇരിക്കണം, അല്ലെങ്കിൽ വീട്ടു ജോലിയൊക്കെ ചെയ്ത് വീടൊക്കെ നോക്കി നടത്തുന്ന ഒരവസ്ഥയായിരുന്നു. പുറത്ത് പോവുക, പഠിക്കാൻ വേണ്ടി പുറത്ത് പോവുക, ഇതൊക്കെ കുറവായിരുന്നു. അങ്ങനെ ആജ് മഹിളായ ജീവൻ കെ ഹർ ക്ഷേത്രം, ഇന്നാണെങ്കിലോ എല്ലാ സ്ത്രീകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവരുടെ നില ഉറപ്പിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. വി ആത്മവിശ്വാസത്തെ ഭരി ഹെ, ഷീ ഈസ് കോൺഫിഡൻറ്റ്. ഇന്ന് അവർ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. പിന്നെയോ അവർ അപ്നെ അധികാരമൊക്കെ പ്രതി സജഗ് ഹെ. മാത്രമല്ല ഷീ ഈസ് കോൺഷ്യസ് ഓഫ് ഹിസ് റൈറ്റ്സ്. അവരുടെ അധികാരങ്ങളെക്കുറിച്ച് അവർ നല്ല കോൺഷ്യസ് ആണ്. ഇന്ന് പണ്ടത്തെ പോലെയല്ല. അന്ന് അവർ ആരെങ്കിലും പറയുന്നതൊക്കെ അനുസരിച്ച് പുറത്ത് പോവില്ല, പഠിക്കാൻ പോവില്ല. എല്ലാവരും കുറച്ച് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, സ്ത്രീകൾ പ്രത്യേകിച്ചും. അപ്പോൾ അവർ അപ്പനെ അധികാരമൊക്കെ പ്രതി സജ്ജക്ക് ഹെ. ഇന്നാണെങ്കിൽ അവർ നല്ല കോൺഷ്യസ് ആണ്. എന്തിനു വേണ്ടി? അവരുടെ റൈറ്റ്സിൽ അവർ വളരെയധികം കോൺഷ്യസ് ആണ്. ऐसी ही एक महिला सुधामूर्ति के बारे में हम जानेंगे. അങ്ങനെ ഒരു വി വിൽ ലേൺ അബൌട്ട് വൺ സച്ച് ഫീമെയിൽ സുധാമൂർത്തി. അങ്ങനെ ഒരു സുധാമൂർത്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ജിനോനെ അപ്നി അലഗ് പഹ്ചാൻ ബനായി. ആരാണോ തൻ്റെ തിരിച്ചറിവ് മറ്റുള്ളവരിൽ എത്തിച്ച ആ സുധാമൂർത്തി, ഹൂ മെയ്ഡ് ദർ ഓൺ ഐഡൻറ്റിറ്റി, തനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തീർത്ത സുധാമൂർത്തിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അന്ന് ആരും പഠിക്കാത്തൊരു കാലഘട്ടത്തിലും, സ്ത്രീകളെ മാറ്റി നിർത്തിയ ഒരു കാലഘട്ടത്തിലും അതിനുവേണ്ടി പൊരുതി തനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു സുധാമൂർത്തി എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏപാട് സിഖാത്ത ഹെ. സീഖ് എന്താ നോക്കുക. സീഖ് മീൻസ് ദിസ് ലെസൺ ടീച്ച് അസ് നാരീശക്തി. നാരി മീൻസ് സ്ത്രീയാണ്, വുമൺ പവർ. ആത്മവിശ്വാസ്, കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസിനാണ് ആത്മവിശ്വാസം എന്ന് പറയുക. അപ്പിനെ അധികാരമൊക്കെ പ്രതി സജഗ്, തൻ്റെ അധികാരങ്ങളെ ഓർമ്മയുണ്ടായിരിക്കുക. അവെയർ ഓഫ് അവർ റൈറ്റ്സ്. പിന്നെയോ പരിശ്രമം, ഹാർഡ് വർക്ക്. എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാൻ പറയാത്ത ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചില്ല അല്ലേ. എല്ലാ ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്നത് ഹാർഡ് വർക്കും അതുപോലെ കോൺഫിഡൻസുമാണ്. സാമാജിക് ഭാവന, സമൂഹത്തെക്കുറിച്ചൊരു സോഷ്യൽ സെൻറ്റിമെൻറ്റിനെയാണ് എന്ത് പറയുക, സാമാജിക് ഭാവന. പരോപകാർ, ചാരിറ്റി, പരോപകാർ. അപ്പോൾ ഇത്രയും നമുക്കിതിൽ നിന്ന് പഠിക്കാൻ പറ്റും. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, കൈവച്ചിരിക്കുക, സ്കിപ്പ് ചെയ്യാതെ കേട്ടിരിക്കുക കേട്ടോ. ഏപ്രിൽ 1974 की बात है. 1974 ഒരു സംഭവം, ഏപ്രിലെ ഒരു സംഭവമാണ്. भारतीय विज्ञान संस्थान के परिसर में गुलमोहर के बड़े बड़े वृक्ष लाल रंग के फूलों से लदे चूम रहे थे. कंप्यूटर विज्ञान की कक्षा समाप्त कर एक छात्रा हॉस्टल की ओर जा रही थी कि उसकी दृष्टि नोटिस बोर्ड पर लगे एक विज्ञापन पर पड़ी. यह विज्ञापन प्रसिद्ध ऑटोमोबाइल कंपनी टेल्को अदायद टाटा की ओर से नौकरी के इच्छुकों के लिए था. कंपनी को योग्य और परिश्रमी इंजीनियरों की आवश्यकता थी. चौंकाने वाली बात थी, छोटे अक्षरों में लिखी अंतिम पंक्ति, महिला उम्मीदवार आवेदन न भेजे. മനസ്സിലായോ? ഒരു 1974 ഒരു ഏപ്രിൽ മാസം അല്ലേ. ഭാരതീയ വിജ്ഞാൻ സംസ്ഥാനത്തെ പരിസരമേ, അങ്ങനെ
ഇന്ത്യൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പരിസരത്ത് ഗുൽമോഹർക്ക് ബഡേ ബഡേ വൃക്ഷം, നല്ല വൃക്ഷങ്ങളൊക്കെ, ഗുൽമോഹറിൻ്റെ വൃക്ഷങ്ങളൊക്കെ എന്താ ലാൽ രംഗ് കെ ഫൂലോംസെ, നല്ല ചുവന്ന കളറുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വൃക്ഷങ്ങളുണ്ടായിരുന്നു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അങ്ങനെ കമ്പ്യൂട്ടർ വിജ്ഞാൻ കി കക്ഷ സമാപ്ത് കർ, അങ്ങനെ കമ്പ്യൂട്ടർ വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഏക് ഛാത്രിൻ്റെ സ്ത്രീലിംഗാണ് ഛാത്ര, ഒരു പെൺകുട്ടി ഹോസ്റ്റൽ കി ഓർ ജാ രഹി थी, ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു. അപ്പം 1974 ഏപ്രിൽ മാസത്തിൽ തൻ്റെ കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ വിജ്ഞാൻ അല്ലേ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി, ഉസ്കി ദൃഷ്ടി, അവളുടെ കണ്ണ് നോട്ടീസ് ബോർഡ് പറിലേക്ക് ഏക്ക് വിജ്ഞാപൻ വിജ്ഞാപൻ അഡ്വർടൈസ്മെൻറ്റിൽ അവളുടെ കണ്ണ് ചെന്നപ്പെട്ടു. അതായത് അവളുടെ ദൃഷ്ടിയിൽ നോട്ടീസ് ബോർഡിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. वह विज्ञापन प्रसिद्ध ऑटोमोबाइल कंपनी टेल्को की ओर से नौकरी के इच्छुकों के लिए था. എന്തായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്? ആ വിജ്ഞാപനിൽ അഡ്വർടൈസ്മെൻറ്റിൽ എന്തായിരുന്നു എഴുതിയിരുന്നത്? അതെ, പ്രസിദ്ധ ഓട്ടോമൊബൈൽ കമ്പനിയായ ടാറ്റ കണ്ടിട്ടില്ലേ? ആ ടെൽക്കോ എന്നായിരുന്നു അതിൻ്റെ പേര്, ടാറ്റ. ഓർ സെ നൗക്കരിക്ക് ജോബ് സീക്കർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ഈ പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോളേജിലെ നോട്ടീസ് ബോർഡിൽ അവൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട്. അതിനകത്ത് എന്താ എഴുതിയത്? ടാറ്റ കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. കമ്പനി യോഗ്യ और പരിശ്രമി എഞ്ചിനീയറിംഗ് ആവശ്യകത അതിലെഴുതിയിട്ടുണ്ട്. ടാറ്റ കമ്പനിക്ക് യോഗ്യരായിട്ടുള്ള, അതായത് ക്വാളിഫൈഡും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സിന് ആവശ്യമുണ്ട്. യോഗ്യ, ക്വാളിഫൈഡ് ആൻഡ് പരിശ്രമി മീൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ യോഗ്യരായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിന് ആവശ്യമുണ്ട്. ചൗങ്കാനെ വാലെ ബാത് थी, छोटे अक्षरों में लिखी अंतिम पंक्ति महिला उम्मीदवार आवेदन न भेजे. എന്നാൽ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ അഡ്വർടൈസ്മെൻറ്റിനകത്ത് ലാസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ? ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത്, മഹിളാ ഉമ്മീദ്വാർ ആവേദന ഭേജെ. സ്ത്രീ കാൻഡിഡേറ്റ്സ്, ലേഡീസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ അയക്കേണ്ടതില്ല എന്ന് പ്രത്യേകം അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ സന്തോഷത്തോടെ ഇത് നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ലാസ്റ്റായിട്ട് ചെറുതായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. എന്താ? സ്ത്രീ ഉമ്മീദ്വാർ, എന്താ? ലേഡീസ് കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ അയക്കേണ്ടതില്ല എന്ന്. ഉസ്നെ ഏക് ബാർ നഹീ ദോ ബാർ പഠ, അതൊന്നല്ല 2 തവണ വായിച്ചു. യഹ് തോ ലിഖാ ഥാ യഹാം യഹ് ഭേദഭാവ്, യഹി തോ ലിഖാ, എന്താ ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്? യഹ് ഭേദഭാവ്, എന്തിനാണ് ഈ ഡിസ്ക്രിമിനേഷൻ? സ്ത്രീ പുരുഷമേം ഇതിന് അസമാനത, ഇനീക്വാലിറ്റി എന്തിനാണ്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ ഇനീക്വാലിറ്റീൻ്റെ ആവശ്യം എന്താ? ബാത്ത് ഉസേ പച്ചി നഹി, ഇത് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ അല്ലേ? എന്തിനാണ് ഇങ്ങനൊരു ഡിസ്ക്രിമിനേഷൻ? സ്ത്രീയുടെയും പുരുഷൻ്റെ ഇടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി? അതിൻ്റെ ആവശ്യം എന്താണ്? കാരണം 2 പേരും പഠിക്കുന്നത് ഒരേ സിലബസാണ്, ഒരേ കാര്യങ്ങളാണ്. പിന്നെ ജോലിക്ക് മാത്രം ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യം എന്താണ്? വഹ അപ്പനി കക്ഷാമേ ഹമേഷ പ്രഥം സ്ഥാൻ പാത്തി थी. ഈ പെൺകുട്ടി ക്ലാസ്സിൽ എന്നും 1ാം സ്ഥാനത്തുള്ള പെൺകുട്ടിയാണ്. അവർ കമ്പനി പിന്നെയോ और अपनी कंप्यूटर विज्ञान की कक्षा में पुरुष सहपाठियों में अकेली लड़की थी. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സിൽ എല്ലാ പുരുഷ സഹപാഠികളായിരുന്നു അല്ലേ? അതിനിടയിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നു, എല്ലാ ആൺകുട്ടികളായിരുന്നു. യോഗ്യധി, നല്ല ക്വാളിഫൈഡ് ആയിരുന്നു, പിന്നെയോ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, പരിശ്രമിയായിരുന്നു. ഇസ് ഭേദഭാവ് കോ സഹിനവ്സ്കെ ബാത് നഹി, അതുകൊണ്ട് തന്നെ ഈ ഭേദഭാവ്, ഈ ഡിസ്ക്രിമിനേഷൻ സഹിക്കാൻ അവൾക്കായില്ല. വഹ ഉസ്ക വിരോധ് കരേഗി അവർ ടക്ക് കർ കരേഗി, അവൾ തീർച്ചയായിട്ടും അതിനെ എതിർത്തു. മനസ്സിലായോ?
യെസ്, വൺസ് മോർ ലിസൺ. ഏപ്രിൽ 1974, എല്ലാവരും കൈ വെച്ചിരുന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഏപ്രിൽ 1974 की बात है. भारतीय विज्ञान संस्थान के परिसर में गुलमोहर के बड़े बड़े वृक्ष लाल रंग के फूलों से लदे चूम रहे थे. कंप्यूटर विज्ञान की कक्षा समाप्त कर एक छात्रा हॉस्टल की ओर जा रही थी कि उसकी दृष्टि नोटिस बोर्ड पर लगे एक विज्ञापन पर पड़ी. यह विज्ञापन प्रसिद्ध ऑटोमोबाइल कंपनी टेल्को टाटा की ओर से नौकरी की इच्छुकों के लिए था. कंपनी के योग्य और परिश्रमी इंजीनियरों की आवश्यकता थी. चौंकाने वाली बात थी, छोटे अक्षरों में लिखी अंतिम पंक्ति महिला उम्मीदवार आवेदन ने भेजे. उसने एक बार नहीं 2 बार पढ़ा. हाँ, यही तो लिखा था, यह भेदभाव, स्त्री पुरुष में इतनी असमानता, बात उसे कुछ पची नहीं. वह अपनी कक्षा में हमेशा प्रथम स्थान पाती आई थी और अपनी कंप्यूटर विज्ञान की कक्षा में पुरुष सहपाठियों में अकेली लड़की थी. योग्य, अकेली मीन्स ओनली वन, ഒറ്റയ്ക്ക്, योग्य थी, परिश्रमी थी. इस भेदभाव को सहना उसके बस की बात नहीं. वह इसका विरोध करेगी और टट कर करेगी. Let's move on to the next page. पेज नंबर 82. उसे केवल इतना पता था कि टाटा समूह के प्रमुख JRD टाटा है. उसने एक पोस्ट कार्ड लिया और JRD टाटा को संबोधित करते हुए लिखा, आपने भारत में लोहा, इस्पात, रासायनिक पदार्थ, कपड़ा, मशीनें के बड़े बड़े उद्योग लगाए हुए हैं. भारतीय विज्ञान संस्थान की स्थापना में बढ़ चढ़ कर अपना योगदान दिया है. सौभाग्य से मैं उसी संस्थान में पढ़ रही हूँ. मैं हैरान हूँ कि टेल्को जैसी कंपनी स्त्री पुरुष के बीच ऐसा भेदभाव कैसे कर सकती है. അപ്പോൾ ഇത് കണ്ടിട്ട് ആ പെൺകുട്ടിക്ക് സഹിക്കാനായില്ല അല്ലേ. ക്ലാസ്സിലെന്നും ഫസ്റ്റ് ആയിരുന്നു, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന നമ്പർ 1 സ്റ്റുഡൻ്റ് ആയിരുന്നു. മാത്രമല്ല നല്ല ഹാർഡ് വർക്കിങ്ങും ആയിരുന്നു. ഉസേ കേവൽ ഇത്തന പദാർത്ഥാക്കി, അവൾക്ക് ഇത് മാത്രമേ അറിയുള്ളായിരുന്നു. എന്തായിരുന്നു? ടാറ്റ സമൂഹത്തെ പ്രമുഖ, ടാറ്റ ഗ്രൂപ്പിൻ്റെ ചീഫ് എന്ന് പറയുന്നത് JRD ടാറ്റ ആണ്. അത് മാത്രം അവൾക്കറിയാം, വേറെ ഒന്നും അവൾക്ക് ടാറ്റയെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഉസ്നേക്ക് പോസ്റ്റ് കാർഡ് ലിയ, അവൾ പെട്ടെന്ന് തന്നെ ഒരു പോസ്റ്റ് കാർഡ് എടുത്തിട്ട് എടുക്കുകയും JRD ടാറ്റയ്ക്ക് സംബോധിത് കർത്തേ ഹുയെ ലിഖ, ഈ JRD ടാറ്റയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ അങ്ങോട്ട് എഴുതി. ആപ്പിനെ ഭാരത് മേ ലോഹ ഇസ്പാത്ത്, താങ്കൾ ഇന്ത്യയിലെ അയൺ, സ്റ്റീൽ, രാസായനിക പദാർത്ഥ, എന്താ കെമിക്കൽ സബ്സ്റ്റൻസസ്, കപ്പട, ക്ലോത്ത്സ്, മെഷീൻസ്, പിന്നെ ബഡേ ബഡേ ഉദ്യോഗം, അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രികൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് അല്ലേ. ഭാരതീയ വിജ്ഞാൻ സംസ്ഥാൻ की स्थापना में बढ़ चढ़कर अपना योगदान दिया है. എന്നാൽ ഭാരതീയ വിജ്ഞാൻ സംസ്ഥാൻ എന്താണ്? സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഒരുപാട് നിങ്ങൾ എന്താണ് തുറക്കുകയും അതുപോലെ തന്നെ അതിന് വളരെയധികം കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സൗഭാഗ്യം, ഭാഗ്യവശാൽ ഞാനും മേം ഹി ഉസീ സംസ്ഥാൻ മേ പഠി, എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് ഞാനും പഠിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്, സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നിങ്ങൾ സ്ഥാപിച്ചു, അതിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസൊക്കെ നിങ്ങൾക്കുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാനും ഭാഗ്യം കൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാനും പഠിക്കുന്നത്. പക്ഷേ മേ ഹൈറാൻ ഹും, ഐ ആം സർപ്രൈസ്ഡ്, എനിക്കൊരു അത്ഭുതം തോന്നിയത് ടെൽക്കോ ജൈസി കമ്പനി, ടെൽക്കോയെ പോലെ, ടാറ്റയെ പോലെ ഇങ്ങനെ ഒരു കമ്പനി സ്ത്രീ പുരുഷയ്ക്ക് ബീച്ച് ഐസാ ഭേദഭാവ്, സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നടത്തേണ്ട കാര്യം എന്താണ്? കേസേ കർ സക്തി ഹേ, അതെന്താണ് അങ്ങനെ നടത്തിയത്? എല്ലാം ശരിയാണ്, നിങ്ങൾ വളരെയധികം ഉയർന്ന എന്താണ് അയൺ, സ്റ്റീൽ, കെമിക്കൽ സബ്സ്റ്റൻസസ്, ക്ലോത്ത്സ്, അതുപോലെ മെഷീനുകൾ, ഒരുപാട് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസുകൾ, ഇതിലൊക്കെ നിങ്ങൾ വളരെയധികം ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിജ്ഞാൻ സംസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നിങ്ങൾ തുറന്നിട്ടുണ്ട്. എല്ലാം അതിൻ്റേതായ നിലകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഭാഗ്യം കൊണ്ട് ഞാനും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് പഠിക്കുന്നത്. എന്നിരുന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത്? എന്തിനാണ്?
10 ही दिन में कंपनी ने उसे तार भेजा. അത് ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെ എല്ലാവരും കൈവച്ചിരുന്ന് കേൾക്കാട്ടോ. കൈവച്ചിരിക്കുക, എൻ്റെ കൂടെ വായിക്കാം. उसे केवल इतना पता था कि टाटा समूह के प्रमुख JRD टाटा है. उसने एक पोस्ट कार्ड लिया और JRD टाटा को संबोधित करते हुए लिखा, आपने भारत में लोहा, इस्पात, रासायनिक पदार्थ, कपड़ा, मशीनों के बड़े बड़े उद्योग लगाए हुए हैं. भारतीय विज्ञान संस्थान की स्थापना में बढ़ चढ़कर अपना योगदान दिया है. सौभाग्य से मैं उसी संस्थान में पढ़ रही हूँ. मैं हैरान हूँ कि टेल्को जैसी कंपनी स्त्री पुरुष के बीच ऐसा भेदभाव कैसे कर सकती है. 10 दिन में, അടുത്ത പാരഗ്രാഫ്, 10 ही दिन में कंपनी ने उसे तार भेजा. 10 ദിവസം ആയപ്പോഴേക്കും കമ്പനി അവൾക്ക് ഒരു മറുപടി ടെലഗ്രാം അയച്ചു. എന്തായിരുന്നു? कंपनी के खर्चे पर पुणे शहर में साक्षात्कार के लिए उपस्थित हो. കമ്പനി ചെലവിലെ പുനെ സിറ്റിയിലെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രസൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ അയച്ചു. തിരിച്ച് കണ്ടോ, പ്രതികരിച്ചാൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടും. നേരെ മറിച്ച് എല്ലാ അത് കണ്ടിട്ട് അവളും മിണ്ടാതെ പോവുകയാണെങ്കിൽ, ആകെ ഒരു കുട്ടിയുള്ളായിരുന്നു അവളുടെ ക്ലാസ്സിലെ, ഈ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കമ്പ്യൂട്ടർ സയൻസിലെ ഒരേ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ സഹിക്കുമോ? പെൺകുട്ടി സ്ത്രീ കാൻഡിഡേറ്റ്സ് എന്തേ അയക്കേണ്ടതില്ല? ആവേദനം അയക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അവൾ പ്രതികരിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? 10 ദിവസമായപ്പോഴേക്കും അവൾക്ക് മറുപടി തന്നു. എന്താ? ഇൻ്റർവ്യൂവിന് വേണ്ടി പുനെ സിറ്റിയിലേക്ക് ഹാജരാകാൻ വേണ്ടി, പ്രസൻ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. आवश्यक तैयारियों के साथ वह लड़की पुणे पहुंची. എന്താ പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് അവൾ ആ പെൺകുട്ടി എവിടെ എത്തി? പൂനെയിലെത്തി. സാക്ഷാത്കാർ ആരംഭ ഹുവ, അങ്ങനെ ഇൻ്റർവ്യൂ ആരംഭിച്ചു. കാഫി ടെക്നിക്കി പ്രശ്ന പൂച്ചെ, ഒരുപാട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ജിൻകെ വ സഹി ഉത്തർ ദേത്തി, അതിനൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള ആൻസറും കൊടുത്തു. ഉസ്കി യോഗ്യത ദേഖ് സബി ദംഗ് രഹ് ഗയ്, അവളുടെ ആ യോഗ്യത കണ്ടിട്ട്, ക്വാളിറ്റി കണ്ടിട്ട് എല്ലാവരും എന്താണ് സ്റ്റണ്ട്, എല്ലാവരും അന്തം വിട്ടു അല്ലേ, ആശ്ചര്യപ്പെട്ടു. തബി ഏക് ബുസുർഗ് സജ്ജനെ സ്നേഹമായി വാണി സെ കഹ, അപ്പോൾ ഒരു എൽഡർലി ജെൻറ്റിൽമാൻ, അതാണ് ബുസുർഗ് സജ്ജൻ എന്ന് പറഞ്ഞാൽ. അതിനിടയിൽ ഈ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരു എൽഡർലി ജെൻറ്റിൽമാൻ എന്ത് പറഞ്ഞു? സ്നേഹമായി, വളരെയധികം സ്നേഹത്തോടെ പറഞ്ഞു. तुम जानती हो कि हमने महिला उम्मीदवार आवेदन भेजे क्यों लिखा था. എന്താ പറഞ്ഞോ? തും ജാൻതി ഹോ, നിനക്കറിയോ എന്തുകൊണ്ടാണ് ഞങ്ങൾ മഹിളാ ഉമ്മീദ്വാർ, സ്ത്രീ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ അയക്കേണ്ടതില്ല എന്ന് എഴുതിയത് എന്തിനാണ് നിനക്കറിയോ എന്ന് ചോദിച്ചു. ക്യോങ്കി, എന്തെന്നാൽ യഹാം ഫാക്ടറി മേ മുഖ്യ കാര്യസ്ഥൽ മേ, ഇവിടെ ഫാക്ടറിയിലെ മെയിൻ വർക്ക് സൈറ്റിൽ കിസി മഹിളാക്ക് നിയുക്തി നഹി ഹോത്തി, ഇതുവരെ ഒരു പെണ്ണുങ്ങളെയും ജോലിക്ക് വേണ്ടി നിയമിച്ചിട്ടില്ല. മെയിൻ അവിടെ മുഖ്യ കാര്യസ്ഥലാണ് എന്താണ്? മെയിൻ വർക്ക് സൈറ്റിൽ ഇതുവരെയും ഒരു പെണ്ണിനെയും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടില്ല. तुम्हारे जैसी मेधावी लड़कियों को अनुसंधान शालाओं में जाकर कार्य करना चाहिए. നിന്നെ പോലെയുള്ള മേധാവി ലഡ്ക്കിയം, എന്താണ്? മെറിറ്റോറിയസ് ഗേൾ, നല്ല കഴിവുള്ള പെൺകുട്ടികൾ അനുസന്ധാൻ ശാലാവുമേ, എന്താ റിസർച്ച് ശാലകളിൽ തീർച്ചയായിട്ടും ജോലി ചെയ്തേ പറ്റൂ. അപ്പോൾ അവർ വിചാരിച്ചെന്താ, പെൺകുട്ടികൾക്ക് ഇതിനൊന്നും കഴിയില്ല എന്ന് അല്ലേ? കാരണം അന്ന് പെൺകുട്ടികളൊന്നും വല്ലാതെ പഠിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ക്ലാസ്സിൽ ആകെ ഒരു പെൺകുട്ടിയായത്. പെൺകുട്ടികൾ പഠിക്കില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ടാറ്റ കമ്പനിയും അവരുടെ മെയിൻ വർക്ക് സൈറ്റിലൊന്നും തന്നെ പെണ്ണുങ്ങളെ ജോലിക്ക് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സുധാമൂർത്തി ഈ പെൺകുട്ടിയുടെ കഴിവും അതുപോലെ തന്നെ ക്വാളിറ്റിയൊക്കെ കണ്ടപ്പോൾ നിന്നെപ്പോലുള്ള പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഈ റിസർച്ച് സെൻറ്ററുകളിൽ, റിസർച്ച് ശാലകളിൽ നിർബന്ധമായിട്ടും വർക്ക് ചെയ്യണമെന്ന് ഇവർ തീരുമാനിച്ചു. ലേക്കിൻ ഹമേ കहीं से तो शुरुआत करनी होगी.
ഈ പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം, കൈവച്ച് എൻ്റെ കൂടെ വായിക്കാം. 10 ही दिन में, മനസ്സിലായല്ലോ അല്ലേ? 10 ही दिन में कंपनी ने उसे तार भेजा, टेलीग्राम अयച്ചു. कंपनी के खर्चे पर पुणे शहर में साक्षात्कार के लिए उपस्थित हो. आवश्यक तैयारियों के साथ वह लड़की पुणे पहुंची. साक्षात्कार आरंभ हुआ. काफ़ी तकनीकी प्रश्न पूछे जिसके वह सही उत्तर देती है. उसकी योग्यता देखकर सभी दंग रह गए. तभी एक बुजुर्ग सज्जन ने स्नेहमयी वाणी में कहा, तुम जानती हो कि हमने महिला उम्मीदवार आवेदन न भेजे. क्यों लिखा था? क्योंकि यहाँ फैक्ट्री में मुख्य कार्यस्थल पर किसी महिला की नियुक्ति नहीं होती. तुम्हारी जैसी मेधावी लड़कियों का അനുസന്ധാനശാലയോ में जाकर कार्य करना चाहिए. നിന്നെപ്പോലെയുള്ള കഴിവുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിരിക്കണം. लेकिन हमें कहीं से शुरुआत करनी होगी. बट वी हैव टू स्टार्ट समवेयर. नहीं तो कभी भी कोई महिला आपकी फैक्ट्री में कार्य नहीं पाएगी. പക്ഷേ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതർവൈസ് കഭി ബി ഒരിക്കലും മഹിള ആപ്കി ഫാക്ടറി പെൺകുട്ടികൾ നിങ്ങളുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യില്ല. ഇതിനൊന്ന് മാറ്റി ചിന്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉസെ ദൃഢദാസെ കഹ, അവൾ അതിന് മറുപടിയും പറഞ്ഞു. എന്താ? ലേക്കിൻ ഹമേ കഹീസെ, നമ്മളെന്താണ് ഇതിനൊരു മാറ്റം, ഒരാരംഭം, വേറൊരു മാറ്റം ഉണ്ടാക്കണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അതർവൈസ് ഒരിക്കലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കമ്പനിയിലേക്ക് പെൺകുട്ടികളെ കിട്ടില്ല. ഉസ്നെ ദൃഢദാസെ കഹ. एक लंबे साक्षात्कार के बाद അങ്ങനെ ഒരു നീളമേറിയ ഇൻ്റർവ്യൂവിന് ശേഷം अंत में उस वृद्ध सज्जन ने मुस्कुराते हुए कहा, അവസാനം ആ എൽഡർലി ജെൻറ്റിൽമാൻ എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ठीक है ये शुरुआत तुमसे ही की जाती है. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ്, ഞങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. शुरुआत तुमसे ही, വിത്ത് യു, നിന്നെ കൊണ്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ്? ഇറ്റ്സ് ഓക്കെ, സ്റ്റാർട്ട് വിത്ത് യു, തുംസെ ഹി ജാതി ഹെ, ബധായി, കൺഗ്രാറ്റുലേഷൻസ്. നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ പെൺകുട്ടികളെ ഈ റിസർച്ച് സെൻറ്ററിലേക്ക് ആദ്യമായിട്ട് നിയമിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അത് നീയാണ്. കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞു. 4 ലൈൻ ഒന്നുകൂടെ നോക്കുക, 4 ലൈൻസ്. लेकिन हमें कहीं से तो शुरुआत करनी होगी. കൈ വെച്ച് എൻ്റെ കൂടെ വായിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. नहीं तो कभी भी कोई महिला आपकी फैक्ट्री में कार्य नहीं कर पाएगी. उसने दृढ़ता से कहा. उसने ആ പെൺകുട്ടിയാണ് പറയുന്നത്. അങ്ങനെ एक लंबे साक्षात्कार के बाद अंत में उस वृद्ध सज्जन ने मुस्कुराते हुए कहा, ठीक है ये शुरुआत तुमसे ही की जाती है, बधाई. അങ്ങനെ नेक्स्ट पैराग्राफ. टेल्को टाटा में इंजीनियर के पद पर नियुक्त यह प्रथम महिला इंजीनियर थी, सुधा कुलकर्णी. सुधा कुलकर्णी का विवाह टेल्को में ही कार्यरत श्री नारायण मूर्ति के साथ हुआ. 8 वर्ष तक टेल्को को अपनी सेवाएं देने के बाद सन 1982 में उन्होंने अपने पद से त्यागपत्र दे दिया और बेंगलोर में अपने पति श्री नारायण मूर्ति के साथ इन्फोसिस कंपनी खोली. दोनों की मेहनत और लगन से इन्फोसिस ने दिन दूनी रात चौगुनी उन्नति की. എന്താ പറയുന്നത് നോക്കി. അങ്ങനെ സുധാ കുൽക്കർണി ടാറ്റ എഞ്ചിനീയർ കെ പദ് പർ നിയുക്ത്, ടാറ്റയിലെ എഞ്ചിനീയറായിട്ട് നിയമിക്കുന്ന ആദ്യത്തെ സ്ത്രീ ആയിരുന്നു നമ്മുടെ സുധാ കുൽക്കർണി. സുധാമൂർത്തിയാണെന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അത് കുൽക്കർണി എന്ന് സുധാമൂർത്തിയുടെ അച്ഛൻ്റെ പേരാണ്. മൂർത്തി എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പേരാണ് കേട്ടോ. കുൽക്കർണി ആയിരുന്നു ആദ്യത്തെ പേര്, കല്യാണത്തിന് മുൻപ് സുധാ കുൽക്കർണി. അപ്പോൾ ടാറ്റ കമ്പനിയിലെ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതയായിരുന്നു ആര്? വനിതാ ജോലിക്കാരിയായിരുന്നു സുധാ കുൽക്കർണി. സുധാ കുൽക്കർണി കാ വിവാഹ്, അങ്ങനെ സുധാ കുൽക്കർണിയുടെ വിവാഹം ടെൽക്കോമേ ഹി കാര്യർത്ത്, ടെൽക്കോയിൽ തന്നെ ജോലി ചെയ്യുന്ന ശ്രീ നാരായൺ മൂർത്തിക്ക് സാത്ത് ഹുവ, നാരായൺ മൂർത്തിയുമായിട്ട് സുധാമൂർത്തിയുടെ വിവാഹം കഴിഞ്ഞു. 8 വർഷ തക്, അങ്ങനെ 8 വർഷത്തോളം ടെൽക്കോക്ക് അപ്പനി സേവായം ദേനേക്ക് ബാദ്, ടെൽക്കോയ്ക്ക് തങ്ങളുടെ സേവനങ്ങൾ നൽകിയതിന് ശേഷം
सन 1982 में उन्होंने अपने पद के त्यागपत्र दे दिया. അങ്ങനെ 1982 റെസിഗ്നേഷൻ ലെറ്റർ നൽകിയിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞു, വിട പറഞ്ഞു. അങ്ങനെ അവർ ബാംഗ്ലൂർ में अपने പതി, അങ്ങനെ ബാംഗ്ലൂരിൽ തൻ്റെ ഹസ്ബൻഡ് ശ്രീ നാരായൺ മൂർത്തിയുടെ കൂടെ അവർ ഒറ്റയ്ക്കൊരു കമ്പനി തുറന്നു. അതാണ് ഇൻഫോസിസ് എന്ന പേരുള്ള ഒരു കമ്പനി അവരായിട്ട് തുറന്നു. ദോനം കി മെഹനത്ത്, രണ്ടുപേരും നല്ല പരിശ്രമികളായിരുന്നു. സുധാമൂർത്തിയും അതുപോലെ സുധാമൂർത്തിയുടെ ഭർത്താവായ നാരായൺ മൂർത്തി, രണ്ടും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി ദിൻ ദൂനി രാത്ത് ചൗഗിനി ഉന്നതി ധി, വളരെയധികം പെട്ടെന്ന് തന്നെ ഉയർച്ചയിലേക്ക് എത്തി. വളരെയധികം പെട്ടെന്ന് അത് ഉയർന്നു. വൺസ് മോർ ലിസൺ. ടെൽകോ, കൈവച്ച് എൻ്റെ കൂടെ വായിക്കുക. टेल्को टाटा में इंजीनियर के पद पर नियुक्त यह प्रथम महिला इंजीनियर थी सुधा कुलकर्णी. सुधा कुलकर्णी का विवाह टेल्को में ही कार्यरत श्री नारायण मूर्ति के साथ हुआ. 8 वर्ष तक टेल्को को अपने सेवाएं देने के बाद सन 1982 में उन्होंने अपने पद से त्यागपत्र दे दिया और बेंगलोर में अपने पति श्री नारायण मूर्ति के साथ इन्फोसिस कंपनी खोली. दोनों की मेहनत और लगन से इन्फोसिस ने दिन दूनी रात चौगुनी ഉന്നതി की. കണ്ടോ, അവർ പെട്ടെന്ന് ഉയരത്തിലെത്താനുള്ള ഒരു കാരണം എന്താണ്? രണ്ടുപേരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അതിന് വിജയം ഉണ്ടായത്. അതുകൊണ്ടാണ് പ്രത്യേകം ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഹാർഡ് വർക്ക് ചെയ്താൽ വിജയം ഉണ്ടാവും എന്നുള്ള പറയുന്നത്. പെട്ടെന്ന് തേജീസ് ഉന്നതീകരണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്തിൻ്റെ? ദിൻ ദൂനി രാത്ത് ചൗഗിനി എന്ന് പറഞ്ഞാൽ തേജീസ്, പെട്ടെന്ന് ഉയരങ്ങളിലെത്തുക. പെട്ടെന്ന് തന്നെ അവരുടെ എന്ത് ചെയ്തു, കമ്പനി വളരെയധികം പ്രോഗ്രസ്സിൽ എത്തി. യെസ്, പേജ് നമ്പർ 82 लास्ट पैराग्राफ. सुधा मूर्ति ने स्वयं को अब पूर्ण रूप से समाज सुधार के लिए समर्पित कर दिया. സുധാമൂർത്തിനെ സ്വയം അന്ന് എന്താണ്, അബ്സല്യൂട്ട്ലി സോഷ്യൽ ഫോമറായിരുന്നു. വളരെയധികം സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. സമൂഹത്തെ സംരക്ഷിക്കുന്ന ആളായിരുന്നു സുധാമൂർത്തി. എല്ലാവരെയും സമൂഹത്തിനെ വല്ലാതെ സ്നേഹിച്ച് സമൂഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ഒരാളായിരുന്നു സുധാമൂർത്തി. ഉन्होंने बेल्लारी, बीजापुर, हुबली आदि के अस्पतालों को उच्च तकनीकी चिकित्सा उपकरण उपलब्ध करवाए. ഈ സ്ഥലങ്ങളിലൊക്കെ ബെല്ലാരി, ബീജാപ്പൂർ, ഹുബലി എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കുള്ള ഹോസ്പിറ്റലുകളിലേക്ക് ഉच्च ടെക്നിക്കി ചികിത്സ, ഉന്നത ടെക്നിക്കൽ ചികിത്സാ ഉപകരണങ്ങളൊക്കെ, ഇൻസ്ട്രുമെൻസൊക്കെ എന്ത് ചെയ്തു, അവർ നൽകി. ഉനക്ക് അത് ഫ്രീ ആയിട്ട് കുറേ ഹോസ്പിറ്റലുകൾക്ക് ടെക്നിക്കൽ ഉപകരണങ്ങളൊക്കെ അവർ നൽകി. അതാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഉനക്ക് അധക് പ്രയാസ് से कर्नाटक के 800 से अधिक गाँवों में कंप्यूटर शिक्षा पर 1 करोड़ रुपया लगाया. തമിഴ്നാട്ടിലെ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട്, വളരെയധികം അവരുടെ ആ ഹാർഡ് വർക്ക് കൊണ്ട് അവർ 800 से अधिक 800-ലധികം ഗ്രാമങ്ങളിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 1 crore അധികം, ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചു. കണ്ടോ, ഇതാണ് അവർ കിട്ടിയ പൈസ ഒറ്റയ്ക്ക് ഇങ്ങനെ ലാവിഷാക്കല്ല ചെയ്യുന്നത്, പക്ഷേ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുക ചെയ്ത്. ഒരുപാട് ഹോസ്പിറ്റലുകൾക്ക് ഉന്നത ടെക്നിക്കൽ ഉപകരണങ്ങളൊക്കെ നൽകി. മാത്രമല്ല തമിഴ്നാട്ടിലെ 800-ലധികം ഗ്രാമങ്ങളിലെ കമ്പ്യൂട്ടർ പഠനത്തിന് വേണ്ടിയിട്ട് 1 കോടിയിലധികം രൂപ ചെലവഴിച്ചു. മാത്രമല്ല 3000 से अधिक പുസ്തകാലയ खोले गया. 3000-ലധികം ബുക്ക് സ്റ്റാളുകളൊക്കെ ഓപ്പൺ ചെയ്തു. ഉन्होंने गरीब बच्चों का സഹായത दी. ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിച്ചു, കുട്ടികളെ സഹായിച്ചു. സ്കൂളോं की इमारतों की निर्माण करना, സ്കൂളുകളിലെ കെട്ടിടങ്ങൾ, ബിൽഡിങ്സൊക്കെ നിർമ്മിക്കും. സ്കൂളുകൾക്ക് പുതിയ ബിൽഡിങ്സൊക്കെ നൽകി. അധികതം അങ്ക് ലേനെ വാലെ ബച്ചോക്ക്, കൂടുതൽ മാർക്ക് വാങ്ങി നല്ല ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് ഛാത്രവൃത്തി ദി, സ്കോളർഷിപ്പ് നൽകി. ഗാവോമെ ലഗ്ഭഗ് 300 കമ്പ്യൂട്ടർ വിതരിതത് അല്ലേ. വില്ലേജുകളൊക്കെ ഓൾമോസ്റ്റ് 300-ലധികം എന്ത് ചെയ്തു, കമ്പ്യൂട്ടേഴ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഇതൊരു കാര്യങ്ങൾ പറയപ്പെടുന്ന മാത്രം, പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവാം അല്ലേ. लिसन वंस मोर. सुधा मूर्ति ने स्वयं को अब पूर्ण रूप से समाज सुधार के लिए समर्पित कर दिया.
ഉന്നേനെ ബെല്ലാരി ബീജാപ്പൂർ ഹുബ്ലി കൈവച്ച് എൻ്റെ കൂടെ വായിക്കണം. ഓരോ തവണയും ഞാൻ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്ത് പോവല്ലേ. उन्होंने बेल्लारी बीजापुर हुबली आदि के अस्पतालों को उच्च तकनीकी चिकित्सा उपकरण उपलब्ध करवाए. उनके अथक प्रयास से कर्नाटक के 800 से अधिक गांवों में कंप्यूटर शिक्षा पर 1 करोड़ रुपया लगाया गया और 3000 से अधिक पुस्तकालय खोले गए. उन्होंने गरीब बच्चों को सहायता दी, स्कूलों की इमारतें का निर्माण करवाया, अधिकतम अंक लाने वाले बच्चों को छात्रवृत्ति दी और गांवों में लगभग 300 कंप्यूटर वितरित किए. लास्ट पैराग्राफ. 13 पुस्तकों की लेखिका सुधा मूर्ति को उनके कार्यों के लिए अनेक पुरस्कार दिए गए. അങ്ങനെ 13 പുസ്തകങ്ങളുടെ ലേഖിക കൂടിയായിട്ടുള്ള സുധാമൂർത്തി 13 പുസ്തകങ്ങൾ എഴുതിയ അവർ കാര്യം കേലി അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അനേക പുരസ്കാർ ഒരുപാട് അവാർഡ്സൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ജിന്മേ പ്രമുഖ അതിൽ പ്രധാനപ്പെട്ട മാത്രമാണ് ഇവിടെ പറയുന്നത് കർണാടക രാജ്യോത്സവ് പുരസ്കാർ, അങ്ങനെ ഒരു അവാർഡ്, അതുപോലെ ഓജസ്വിനി അവാർഡ്, മിലേനിയം മഹിളാ ശിരോമണി അവാർഡ്, പിന്നെ വുമൺ ഓഫ് ദ ഇയർ 2002 FM റേഡിയോ മുഖേനയാണ് അത് കിട്ടിയത്. പിന്നെ രാജലക്ഷ്മി പുരസ്കാർ മുതലായവയൊക്കെ ഇങ്ങനെയുള്ള അവാർഡ്സൊക്കെ അവർക്ക് കിട്ടി. ഒന്നുകൂടെ പറയാം, 13 पुस्तकों की लेखिका सुधा मूर्ति अनेक कार्यों के लिए अनेक पुरस्कार उनके कार्यों के लिए अनेक पुरस्कार दिए गए, അവാർഡ്സൊക്കെ കിട്ടി. ജിന്മേ പ്രമുഖ ഹേ അതിൽ പ്രധാനപ്പെട്ടാണ് കർണാടക രാജ്യോത്സവ് അവാർഡ്, ഓജസ്വിനി അവാർഡ്, മിലേനിയം മഹിളാ ശിരോമണി അവാർഡ്, വുമൺ ഓഫ് ദ ഇയർ 2002 അത് FM रेडियो द्वारा, राजलक्ष्मी पुरस्कार, राजलक्ष्मी अवार्ड मुदलायव एक्सेट्रा. सुधा मूर्ति ने अपने उपलब्धियों से महिलाओं का मार्ग प्रशस्त किया. സുധാമൂർത്തി തൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ട് സ്ത്രീകളുടെ മാർഗം, സ്ത്രീകളുടെ വഴി, സ്ത്രീകൾക്കുള്ള പുതിയ വഴി തുറക്കുകയാണ് ചെയ്തത്. महिलाओं की सफलता देखकर वे फूली न समाती और कहोठी हमारा मार्ग कठिन है. എന്നും സ്ത്രീകൾ ഉന്നതിയിലെത്തണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു സുധാമൂർത്തി. അങ്ങനെയുള്ള അവർ പറയുമായിരുന്നു ഹമാര മാർഗ് കഠിൻ ഹേ അവർ പാത്ത് ഈസ് ഡിഫിക്കൾട്ട്. നമ്മുടെ വഴി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, ഒരുപക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടെയൊന്നും ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വഴി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. കിന്തു ചലന ജറൂരി ഹെ ബട്ട് ഇറ്റ്സ് നെസസറി ടു വാക്ക്. നമുക്ക് അതിൽ സഞ്ചരിക്കുക തന്നെ വേണം, നിർബന്ധമാണത്. വഴി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ സഞ്ചരിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ വിജയം ഉണ്ടാവും, ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ओके. सुधा मूर्ति ने अपने उपलब्धियों से महिलाओं का मार्ग प्रशस्त किया. महिलाओं की सफलता देखकर वे फूली न समाती और कहूटी. क्या कहूटी? हमारा मार्ग कठिन है किंतु चलना ज़रूरी है. हाँ, our path is difficult but it's necessary to walk. ओके. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് വേർഡ് മീനിങ്സ് ഉണ്ട്. എന്തായാലും 3 times 5 times ആണ് ഞാൻ പറയാറ്, പോട്ടെ 3 times എങ്കിലും ചാപ്റ്റർ നന്നായിട്ട് വായിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്സ് മനസ്സിലാവും. അഥവാ മീനിങ്സ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ഒന്നുകൂടെ കേട്ട് എപ്പോഴും കോപ്പി ചെയ്ത് വെക്കുക. അതുപോലെ ക്ലാസ് ഒന്നുകൂടി കേട്ട് നോക്കുക. പിന്നെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ വേർഡ് മീനിങ്സ് ഉണ്ട്, അത് ഇന്ന് തന്നെ എഴുതിയിട്ട് ഡിറ്റേഷൻ ഇട്ടിട്ട് പിന്നെ അവിടെ വെക്കുക, മാർക്ക് ഇട്ടിട്ട് ഒരു 10 വേർഡെങ്കിലും മിനിമം നിങ്ങൾ ഡിറ്റേഷൻ ഇട്ട് വെക്കുക. അപ്പോൾ ഓക്കെ, ടുഡേ ദാറ്റ്സ് ഇനഫ്. വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.